ജയിലിൽ ഗോവിന്ദചാമി കിടന്ന സെല്ലിന്റെ ചിത്രം മാതൃഭൂമി ന്യൂസിന്. സെല്ലിലെ അഴികൾ പഴകിയതാണ്, ജയിൽ ഭരണം കുത്തഴിഞ്ഞതാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ ജയിലിൽ തടവുകാർ ഏറ്റുമുട്ടിയാൽ പോലും കേസെടുക്കില്ല എന്നാണ് ഒരു വിഭാഗം ജയിൽ ജീവനക്കാരുടെ ആക്ഷേപം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് ആദ്യം കാണാം. ഗോവിന്ദചാമി കിടന്ന സെല്ലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സെല്ലിന്റെ കമ്പിയൊക്കെ നോക്കൂ, ദ്രവിച്ച നിലയിലാണ്. ഗോവിന്ദചാമിയുടെ മൊഴി അനുസരിച്ച് ഓരോ ദിവസവും ഉപ്പ് ശേഖരിച്ച് ആ കമ്പിക്ക് മുകളിലിട്ട് ആ അഴിയൊക്കെ ദ്രവിപ്പിക്കുകയായിരുന്നു. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് എത്രയോ മാസങ്ങൾ നീണ്ട പ്രയത്നമായിരുന്നു. ഇത്രയും മോശം അവസ്ഥയിലാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയെ താമസിപ്പിച്ചിരുന്ന സെല്ലിന്റെ അഴികൾ. എന്നിട്ട് പോലും അതും ഒരാളുടെയും ഒരു ജയിൽ ജീവനക്കാരന്റെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ സിസ്റ്റം എത്രത്തോളം ഗുരുതരമായ അനാസ്ഥ നേരിടുന്നു എന്നതിന്റെ നേർചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദചാമി പറഞ്ഞത് ശരിയാണ്. ഗോവിന്ദചാമിയുടെ മൊഴിയുണ്ട്. അതായത് അവിടെയുള്ള ജയിൽ വാർഡന്മാരൊക്കെ ഫുൾ ടൈം ഫോണിൽ ബിസിയാണ്, ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല എന്ന്. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. CK വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ 2 ദിവസം മുൻപ് എന്തുകൊണ്ട് ഗോവിന്ദചാമി ജയിൽ ചാടിയില്ല എന്ന് മാത്രമേ നമുക്ക് തോന്നൂ? സ്വാഭാവികമായും അതെ, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം ഗുരുതരമാണ് ഈ കാര്യങ്ങൾ എന്ന് വ്യക്തമാകും. മാത്രമല്ല, ഗോവിന്ദചാമി ഒരു ചില്ലറക്കാരനല്ല എന്ന് യാതൊരു സംശയവുമില്ല. കാരണം ആ ജയിലഴികൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ താഴെ നിന്ന് 1, 2, 3, 4 അഴികൾ, 4 അഴികളിലും അത് മുറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകും. അതിന് ഈ ചുമരിൻ്റെ ഭാഗത്തോട് ചേർന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നൂലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ നൂല് അവിടെ ചുറച്ചു വെച്ച് അതിൻ്റെ ഈ മുറിവ് കാണാതിരിക്കാൻ, അല്ലെങ്കിൽ മുറിക്കുന്നത് കാണാതിരിക്കാനുള്ള ശ്രമം ഗോവിന്ദചാമി നടത്തിയിട്ടുണ്ട് എന്ന് കാണാം. ഇപ്പോൾ ഏറ്റവും അടിഭാഗത്താണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ 5 സ്ഥലങ്ങളിലായിട്ട് ഈ ജയിലിൻ്റെ അഴികൾ ബ്രേക്കായിട്ട് കാണുന്നുണ്ട്. അതിൽ 4 എണ്ണമെങ്കിലും അദ്ദേഹം ഈ രീതിയിൽ അരം ഉപയോഗിച്ച് മുറിച്ചതാണ്. മറ്റു ഭാഗങ്ങൾ ഒരുപക്ഷെ തള്ളിയോ ചവിട്ടിയോ പുറത്തേക്ക് കൊണ്ടുവന്നതുമായിരിക്കും. എന്തുകൊണ്ടാണ് അത് താഴത്തെ ഭാഗത്ത് ഇത്തരത്തിൽ മുറിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ അദ്ദേഹം മൂടി പുതച്ച് കിടന്നുകൊണ്ട് രാത്രി ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ജയിലിൽ ഒരുപാട് നേരം നിന്ന് ഏതെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്താൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടും. അതുകൊണ്ട് കൂടിയാണ് ഈ താഴത്തെ ഭാഗം മുറിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നു. അതുമാത്രമല്ല, അതിൻ്റെ മുകൾ ഭാഗത്തും ഈ രീതിയിലെല്ലാം അഴികൾ മുറിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെ നൂല് കെട്ടി അവിടെ അത് മറച്ചിട്ടും ഉണ്ട്.